ജനാധിപത്യം വർക്കാവുന്നത്, സക്സസ്ഫുൾ ആവുന്നത് ഡിസിഷൻ മേക്കേഴ്സ് എത്ര വിവരമുള്ളവരാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്നത് നല്ല ആൾക്കാരാണെങ്കിൽ. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളാ. ആ, നമ്മളല്ലേ ആരാ ഭരിക്കേണ്ടത് തീരുമാനിക്കുന്നത്. അതൊക്കെ പക്ഷെ അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള ബോധമുള്ളവൻ തിരഞ്ഞെടുക്കണം. വലിയ പ്രോസസ്സാണ്. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ആ, നിങ്ങളെ ആര് ഭരിക്കണമെന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത് ജനാധിപത്യത്തിൽ, അല്ലേ? അവിടെ നിങ്ങൾക്ക് സാരി തരുന്നയാളെ തിരഞ്ഞെടുക്കണോ, പട്ടച്ചാരായം കൊണ്ടും തരുന്നയാളെ തിരഞ്ഞെടുക്കണോ, നിങ്ങളുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ മതത്തെ സുഖിപ്പിക്കുന്നയാളെ തിരഞ്ഞെടുക്കണോ, അതോ നിങ്ങളുടെ രാഷ്ട്രം നാളെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രമാക്കി മാറ്റുമെന്ന് തിരഞ്ഞെടുക്കണോ എന്നുള്ള ചോദ്യത്തെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നവനായിരിക്കണം വോട്ട് ചെയ്യുന്നവൻ. എൻ്റെ മതത്തെ സുഖിപ്പിക്കുന്നവനെ ഞാൻ വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നിടത്ത് എനിക്കൊരു സാരി സമ്മാന ഇലക്ഷൻ തലേദിവസം കൊണ്ടും തരുന്നവന്, കോളനി തോറും അല്ലെങ്കിൽ ഗ്രാമങ്ങൾ തോറും നടന്ന് അവിടെ സമ്മാനപ്പൊതികൾ വോട്ടിന് മുമ്പ് വിതരണം ചെയ്യുന്നവന്, അല്ലെങ്കിൽ ചാരായക്കുപ്പികൾ അല്ലെങ്കിൽ മദ്യക്കുപ്പികൾ വോട്ടിൻ്റെ തലേദിവസം വീടുകൾ തോറും വിതരണം ചെയ്യുന്നവന് വോട്ട് ചെയ്യുന്ന സംവിധാനത്തിനാണോ യഥാർത്ഥ ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്നത്?